കിച്ചു തണുപ്പുണ്ടാ? ബ്രേക്ക് അപ്ലൈ ചെയ്താ ഇപ്പൊ ബ്രേക്ക് അങ്ങ് അപ്ലൈ ചെയ്യരുത്. ചെവിയും കൈയും കാലിന്റെ വിരലും. വീട് പൊളിഞ്ഞു കിടപ്പുണ്ട്. അവർ പണ്ട് ആളുകൾ താമസിച്ചിരുന്നതാണ്. ഹായ് ഹലോ എവറി വൺ, ഞാൻ ഭാഗ്യലക്ഷ്മി ടിറ്റോ. ഞങ്ങൾ ക്രിസ്മസ് വീക്കെൻഡിൽ ഒരു മസ്കറ്റ് ട്രിപ്പ് നടത്തി. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് മസ്കറ്റിൽ പോകുന്നത്. ബൈ റോഡാണ് പോയത്. 22-ാം തീയതി നൈറ്റ് ഞങ്ങൾ മസ്കറ്റിലെത്തി. 23 രാവിലെ ഒരു ഹിൽ സ്റ്റേഷൻ ഞങ്ങൾ ട്രാവൽ ചെയ്തു. നമ്മൾ ആ ട്രാക്ക് തന്നെ പിടിച്ചാൽ മതി. സ്പീഡ് കൂട്ടുണ്ടായിരുന്നു. അതേ ബ്രേക്ക് അപ്ലൈ ചെയ്താ ഇപ്പൊ ബ്രേക്ക് അങ്ങ് അപ്ലൈ ചെയ്യരുത്. ആ സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാ. ബ്രേക്ക് ചവിട്ടാനേ പാടില്ല. അത്ര ഒരു എമർജൻസി വന്നാൽ ബ്രേക്ക് വണ്ടി തന്നെ പിടിച്ചോളും. നമ്മൾ അഡീഷണൽ ബ്രേക്ക് കൊടുക്കണ്ടായിരുന്നു. നമ്മൾ ഹിൽ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവിടെ 4 വീൽ ഡ്രൈവ് ഓപ്ഷനുള്ള കാറ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. ഇപ്പോൾ ഹിൽ സ്റ്റേഷൻ കയറുന്നതിന് മുന്നേ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മളെല്ലാവരുടെയും ID കാർഡ് കാണിക്കണം. ഇപ്പോൾ നമ്മൾ UAE-ന്ന് ചെല്ലുന്നവർക്ക് എമിറേറ്റ്സ് ID കാണിച്ചാൽ മതി. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാണിക്കണം. അപ്പോൾ പോലീസ് പറയും നമ്മളുടെ അടുത്ത് തിരിച്ചിറങ്ങുമ്പോൾ 4 വീൽ ഡ്രൈവ് ഓപ്ഷൻ ഇട്ടിട്ടേ ഇറങ്ങാൻ പാടുള്ളൂന്ന്. ഒത്തിരി ആക്സിഡൻറ്റ്സ് അവിടെ നടന്നിട്ടുണ്ട്. നല്ല സ്റ്റീപ്പായിട്ടുള്ള റോഡാണ്. അപ്പോൾ അത്തരം ഒരു ഡ്രൈവ് ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ്. ഹിൽ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഒരു 35 കിലോമീറ്ററോളം നമുക്ക് ട്രാവലുണ്ട്. ഒരു പകുതി എത്തുമ്പോഴേ നമുക്ക് തണുപ്പ് അങ്ങ് തുടങ്ങും. ഇവിടെ എപ്പോഴും തണുപ്പുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മളിപ്പോൾ താഴെ ഒമാൻ മറ്റ് സ്ഥലങ്ങളിലൊക്കെ സമ്മർ ടൈമിലും ഇവിടെ ടോപ്പിൽ തണുപ്പ് തന്നെയായിരിക്കും. അവിടെ അങ്ങനെ കറങ്ങാനുള്ളതുണ്ട്. ഇവിടുത്തെ പ്രത്യേകത വെച്ചാല് നമ്മൾ ഈ സമ്മറിലല്ലേ, സമ്മറിൽ വരുമ്പോ ഇവിടെ തണുപ്പാ. അതാണ് നമ്മളുടെ ഇവിടുത്തെ പ്രത്യേകത. സമ്മറിൽ തണുപ്പാ. പക്ഷെ വെളുപ്പിനാവുമ്പോഴത്തേക്ക് നല്ല തണുപ്പാവും. ഇപ്പോൾ ഹിൽ സ്റ്റേഷൻ്റെ മുകളിൽ ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. സമ ഹോട്ടലാണ്. ഇവിടെ നമ്മളിപ്പോൾ ഒരു റിസോർട്ടിലാണ്. ജബൽ അക്തർ എന്നുള്ള ഒരു ഹിൽ ടോപ്പിൽ ഉള്ള ഒരു റിസോർട്ടിലാണ്. ഇതൊരു ചെറിയ ടൗണാണ്. ഈ റിസോർട്ടിൻ്റെ പേര് അൽ സമ എന്നാണ്. നല്ല കൂളിംഗ് ആണ് ഇവിടെ. നൈറ്റ് ടൈമിലൊക്കെ 4 ഡിഗ്രി 3 ഡിഗ്രി വരെയൊക്കെ ഉള്ളൂ എന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ എങ്ങനെയാണ് നോക്കി, ഇപ്പോൾ തന്നെ നല്ല കൂളിംഗ് ഉണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാം. നല്ല തണുപ്പാണ്. ഇപ്പൊ ഒരു ഉച്ചയ്ക്ക് 2 മണി സമയമല്ലേ എൻ്റെ? ഇപ്പൊ 2 മണിയായിട്ടും കൂടി നല്ല തണുപ്പ്. ഒരു ഊട്ടിയിലൊക്കെ വന്ന ഒരു ഫീലിംഗ് ആണ്.
കയ്യൊക്കെ ഒന്ന് കൊടുത്ത് കയ്യും ചെവിയും കയ്യും കാലിന്റെ വിരലോ ചൂട്. നമുക്ക് അന്ന് രാത്രിയത്തെ ഡിന്നറും നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റും ആ റിസോർട്ടിൽ നിന്ന് തന്നെയായിരുന്നു. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഇന്ത്യൻ ക്യൂസീൻസൊക്കെ ഉണ്ടായിരുന്നു. ആ 2 സമയത്തെയും വീഡിയോ കവർ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ജബൽ അക്തർ എന്നുള്ള ഈ ഹിൽ സ്റ്റേഷൻ ചെറിയൊരു ടൗൺ ആണ്. അവിടെ റിസോർട്ട് മാത്രമല്ല ഉള്ളത്, ഒത്തിരി ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. കൂടുതലും സ്വദേശികൾ തന്നെയാണ് താമസിക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടുത്തെ ഗവൺമെൻറ് അവിടെ ഹിൽ ടോപ്പിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറി ഷോപ്സ്, റെസ്റ്റോറൻറ്റ്, പെട്രോൾ പമ്പ് എല്ലാം ഉണ്ട് അവിടെ. റിസോർട്ട്സും വേറെ ഒത്തിരി ഉണ്ട് കേട്ടോ അവിടെ. നമ്മുടെ ഇവിടെ ദുബായിലുള്ള അനന്താര റിസോർട്ടൊക്കെ അവിടെ ഉണ്ട്. റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തതിന് ശേഷം അവിടുത്തെ മെയിനായിട്ടുള്ള 2 വ്യൂ പോയിൻറ്റ്സ് കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. പഴയ വില്ലേജുകളാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഒത്തിരി ആളുകൾ അവിടെ താമസിക്കുന്നതുകൊണ്ട് അവിടെ ഉള്ളവർക്ക് മെയിൻ അഗ്രികൾച്ചറിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും വീടിൻ്റെ കോമ്പൗണ്ടിൽ നമുക്ക് പൊമഗ്രാനൈറ്റ് കാണാം. ഞങ്ങൾ ചെന്ന സമയം ഓഫ് സീസൺ ആണ്. എല്ലാം ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് കണ്ടത്. പൊമഗ്രാനൈറ്റും ഉണ്ട് അതിനകത്ത്, പക്ഷേ എല്ലാം ഇങ്ങനെ ഉണങ്ങി നിൽക്കുക. ബട്ട് സീസൺ ആകുമ്പോൾ ഇതെല്ലാം തളർത്ത് വരുമെന്നാണ് അറിഞ്ഞത്. ഈ ലൊക്കേഷൻ്റെ പേര് വാദി ബനി ഹബീബ് എന്നാണ്. അവിടെ ആളുകൾ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല, കാരണം കുട്ടികളായിട്ട് പോകുന്ന ഇത്തിരി റിസ്ക്കാണ്. ആളുകൾ നടന്നൊക്കെ പോകുന്നുണ്ട്. തിരിച്ചു അത്രയും തന്നെ നമ്മൾ കയറണം. സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് അങ്ങ് താഴെ വരെ. ആ വീടൊക്കെ ഉള്ള ഏരിയയിലേക്ക് പോകാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്, തിരിച്ച് കയറുവാണ്. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുള്ള ഏരിയ ആണ്. താഴെ വാദി ഏരിയ ആണ്. ഇപ്പോൾ ഒന്നുമില്ല. ആൻറ്റി ഇറങ്ങി വന്നില്ലടാ. ഇപ്പോൾ വെള്ളമൊന്നുമില്ല, ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. പക്ഷെ അങ്ങ് ഒരു പൊളിഞ്ഞൊക്കെ വീട് പൊളിഞ്ഞ് കിടപ്പുണ്ട്. അവർ പണ്ട് ആളുകൾ താമസിച്ചിരുന്നതാണ്. അഡ്വഞ്ചറസ് ലൈഫായിരുന്നു തോന്നുന്നു അവരുടേത്. അടുത്ത ലൊക്കേഷൻ അലൈൻ ആണ്. ഇതൊരു ഫാം ഏരിയ ആണ്. അതിൻ്റെ അടുത്തായിട്ട് പഴയ ചെറിയ ചെറിയ വില്ലകളുണ്ട്. അതിൻ്റെ ഒരു ഇടവഴി പോലെയാണ് നടന്ന് ഞങ്ങളിവിടെ എത്തിയത്. പക്ഷെ അവിടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഈ അവിടെ താമസിക്കുന്നവരുടെ പെർമിഷൻ ഇല്ലാതെ വീഡിയോസും ഫോട്ടോസും എടുക്കരുതെന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ കൃഷി ചെയ്യുന്നിടത്തുനിന്ന് ഒന്നും നമ്മൾ പറിച്ചെടുക്കരുതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും കവർ ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല. കിച്ചു, തണുപ്പുണ്ടാ? ഭയങ്കര തണുപ്പ്. അങ്ങനെ ഞങ്ങൾ ഹിൽ സ്റ്റേഷനായ ജബൽ അക്തറിൽ നിന്ന് തിരിച്ച് മസ്കറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റീപ്പായിട്ടുള്ള റോഡിലൂടെയുള്ള ഒരു ഡ്രൈവിങ് ഞങ്ങൾക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തു. ഇനി മസ്കറ്റിൽ തന്നെ വേറൊരു ലൊക്കേഷൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.